ഹലോ, ഞാൻ നിങ്ങളുടെ നാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എന്ത് കഥയാണ് കേൾക്കാൻ പോകണ്ടേ നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിധിയുടെ കഥ? അപ്പോൾ നിധിയുടെ കഥ എന്താണെന്ന് അറിയണ്ടേ? പിന്നെ ഇത് കേൾക്കുന്നവർ ഇതിന് മുന്നത്തെ പാട്ടൊന്നും കേട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ അതുകൂടി കേട്ടിട്ട് വന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുകൂടി ഒന്ന് കേട്ട് നോക്കിയിട്ട് ഇത് കേട്ട് നോക്കണേ. പിന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അങ്ങ് ചെയ്തേക്ക്. വീണ്ടും വീണ്ടും കേൾക്കണ്ടായോ? അപ്പോൾ നമുക്ക് നിധിയുടെ കഥയിലേക്ക് പോയാലോ? നിധി ഉറക്കത്തിൽ നിന്നും ഉണരാൻ അല്പം സമയമെടുത്തു. അവൾ നല്ലോണം ബോധം കെട്ടിറങ്ങായിരുന്നു. 4 മണിയായപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു. എവിടെയാ എന്താ എന്ന ബോധത്തിലേക്ക് വരാൻ തന്നെ അവൾ കുറച്ച് സമയം എടുത്തു എന്ന് വേണം പറയാൻ. ഈശ്വര, എന്തൊക്കെയാ സംഭവിച്ചേ? ഇനി സ്വപ്നം കണ്ട വല്ലതും ആണോ? അവൾ കയ്യിലിങ്ങനെ നുള്ളി നോക്കി. അല്ല, എന്തൊക്കെയോ തങ്ങ് പൊട്ട് കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. ആലോചിച്ചപ്പോൾ അവൾക്ക് തൊലി എരിയുന്ന പോലെ തോന്നി. പപ്പയ്ക്ക് മുമ്പിൽ തീർത്തും ഒരു നാണവുമില്ലാതെ അവസാനം താൻ അത് തന്നെ സ്വയം ചെയ്തു. അവളിങ്ങനെ കണ്ണിറുക്കി അടച്ചു. ഈശ്വര, എല്ലാം സ്വപ്നമായിരിക്കണേ. അവള് പതിയെ പുതപ്പ് മാറ്റി അടയ്ക്കൊന്ന് കൈവച്ച് നോക്കി. ക്ലീനാണല്ലോ, അപ്പോ സ്വപ്നമൊന്നും അല്ല. അവള് കുറേ നേരം അങ്ങനെ തന്നെ കിടന്നു. എന്ത് ചെയ്യും? പപ്പേനി എങ്ങനെ ഫേസ് ചെയ്യും? എത്ര അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞാലും പപ്പയ്ക്ക് ഇനി പഴയ പോലെ തന്നെ കാണാൻ പറ്റുമോ? പഴയ നിഷ്കളങ്കയായ മോളു അങ്ങനെയായിട്ട് എന്നെ കാണാൻ പറ്റുമോ പപ്പയ്ക്ക്? എന്തായാലും തങ്ങളുടെ ബന്ധം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നെന്ന് ആൾക്ക് മനസ്സിലായി. മോളു, പപ്പയുടെ വിളി അവളെ ചിന്തയിൽ നിന്നും ഉണർത്തി. നീ എഴുന്നേറ്റോ? വാ, കഴിക്കണ്ടേ? സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ? നീ ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാ പിന്നെ ഞാൻ വിളിക്കാണ്ടിരുന്നത്. ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. പപ്പ പഴയതുപോലെ തന്നെ, ഒന്നും സംഭവിക്കാത്തതുപോലെ. പപ്പ കഴിച്ചോ? മോള് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആപ്പാ. അങ്ങനെ ഞാൻ എഴുന്നേറ്റു. പാപ്പ എന്നെ ഗൗൺ ഇടാൻ ഹെൽപ്പൊക്കെ ചെയ്തു. ഞാൻ പോയി ഡൈനിങ് ടേബിളിൽ വെയിറ്റ് ചെയ്തിരുന്നു. പപ്പ ചോറും കറികളൊക്കെ എടുത്തു വന്നു. ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, പിന്നെ അവിയലും. കണ്ടപ്പോൾ തന്നെ എൻ്റെ വായി വെള്ളമൂറി. പപ്പ എനിക്ക് ഫുഡൊക്കെ വാരിത്തന്നു. ഞാൻ ആർത്തിയോടെ തന്നെ കഴിച്ചു. പതിവ് പോലെ കലബല വർത്താനം പറയാതെ ഞാനിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ പപ്പ കുറച്ച് ചോറ് കൂടി എടുത്തു വന്നു. മിണ്ടാതെ ഞാൻ അതും കഴിച്ചു. പപ്പ പിന്നെ കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ മൂഡ് ഓഫ് ആണെന്ന് ആൾക്ക് മനസ്സിലായി. ഞാൻ മിണ്ടാതെ ഇങ്ങനെ മാറിയിരിക്കായിരുന്നു കേട്ടോ. പുറത്തേക്ക് നോക്കി. പപ്പ എന്നെ ഒരു ചീത്ത കുട്ടിയായിട്ട് കാണുമോ? സ്വന്തം പപ്പ കുളിപ്പിച്ചപ്പോൾ ആരോന്നിങ്ങനെ ചീത്തക്കുട്ടി, അതെനിക്ക് താങ്ങാനാവില്ല. എന്താ മോളു ഡൗൺ ആയിരിപ്പുണ്ടല്ലോ? സോറി പപ്പ, ഞാൻ ഒരു ചീത്ത കുട്ടിയാണെന്ന് കരുതല്ലേ. എൻ്റെ തൊണ്ട ഇങ്ങനെ ഇടറുകയായിരുന്നു. കണ്ണും നിറഞ്ഞു. പപ്പ കുളിപ്പിച്ചപ്പോൾ ഞാൻ അറിയാതെ പപ്പ എൻ്റെ ശരീരം അങ്ങനെ റിയാക്ട് ചെയ്തു പോയതാ. എനിക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും പറ്റിയില്ല. എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ വിതുമ്പിക്കരയാൻ തുടങ്ങി. എന്താ മോളു, അശ്വേ, നീ ഇത്ര സില്ലിയാണോ? എൻ്റെ കരച്ചിൽ കണ്ടിട്ട് പപ്പയ്ക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. പപ്പ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നെറുകിലൊരു ചുംബനം നൽകി. എൻ്റെ പൊട്ടിപ്പെണ്ണെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതെല്ലാം വളരെ സ്വാഭാവികമാണെന്ന്. ബി സ്മാർട്ട് മോളു, ഇങ്ങനെ പാവാവല്ലേ. ഇതല്ല എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, ഇതിൽ തെറ്റൊന്നുമില്ല.
ഇപ്പോൾ മോൾക്ക് കൈ വയ്യ. സോ നിൻ്റെ ബോഡി ഇതായപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ബി കൂൾ, ബി കൂൾ അബൌട്ട് ദാറ്റ് മോളു. പപ്പ എന്നെ നോക്കി മന്ദഹസിച്ചു. ഞാൻ കണ്ണീരിൽ കൂടി പപ്പയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ലവ് യു പാ. താങ്ക് ഗോഡ് എനിക്കിങ്ങനൊരു പപ്പയെ തന്നതിന്. ഓ മതിയടി സോപ്പിട്ടത്. പപ്പ എൻ്റെ കവിളിൽ ഇങ്ങനെ പിച്ചി. അടുത്ത ദിവസം പപ്പ എന്നെ കുളിപ്പിച്ചില്ല. ഞാൻ ചോദിച്ചതുമില്ല. സാധാരണ പോലെ പപ്പ കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് തന്നെ ആ ദിവസം കിട്ട് കഴിഞ്ഞു. അങ്ങനെ അന്നത്തെ സംഭവങ്ങൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചെങ്കിലും ആ സുഖമുള്ള ഓർമ്മകൾ ഇപ്പോഴിങ്ങനെ തികട്ടി തികട്ടി വന്നുകൊണ്ടിരിക്കുന്നു. ഓ എന്ത് രസമായിരുന്നെന്നോ. എൻ്റെ ശരീരം ആ സുഖം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ ദാഹം കൂടിക്കൊണ്ടിരിക്കത്തല്ലേ ഉള്ളൂ. സ്വാഭാവികം. അതും പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടുമില്ല. ഇനി എങ്ങനെ ആവോ. ഇനിയും പൂർണ്ണമായിട്ടായി കഴിഞ്ഞാൽ ഇതിലും സുഖം ഉണ്ടാവുമായിരിക്കൂല. ഞാനിങ്ങനെ അതൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കായിരുന്നു. ഓർത്തപ്പം തന്നെ അവിടെ ഇങ്ങനെ ഒരു അത് തന്നെ നല്ല വണ്ണമുള്ളൊരു ഇത് ഉള്ളിലേക്ക് ഇതാക്കുമ്പോൾ എന്താവും ഫീൽ. ഞാനിങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ ശ്രമിച്ചു. വല്ലപ്പോഴും സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ സാധാരണ ആ വീഡിയോസൊക്കെ കാണാറാ പതിവ്. അല്ലെങ്കിൽ സ്കൂളിലുള്ള ഏതെങ്കിലും ഒരു സുന്ദര കുട്ടനെ മനസ്സിലങ്ങ് ധ്യാനിക്കും. എന്നിട്ട് ഞാൻ തന്നെ ഇമാജിൻ ചെയ്യും. ഒരുപാട് പേര് പുറക്കെ നടക്കുന്നതിനാൽ അതിനൊന്നും പഞ്ഞില്ലല്ലോ എനിക്ക്. അത് നല്ല പയ്യന്മാരെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഒരു റിയൽ ഇതിന് പോകാൻ എനിക്ക് ശരിക്കും ഭയമായിരുന്നു എന്ന് തന്നെ പറയാം. അതിന് റിസ്ക് എനിക്ക് നല്ലോണം അറിയായിരുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്യണമെന്നേ ഉള്ളൂ. യൂസ് ആൻഡ് ത്രോ ആറ്റിറ്റ്യൂഡാ, അല്ലാതെ റെസ്പോൺസിബിലിറ്റി ഇഷ്ടമല്ല, സേഫും അല്ല. പക്ഷേ പപ്പയാണെങ്കിൽ സേഫാ. അവൾ പറയുന്ന പോലെ തന്നെ അതവളെ പ്രലോഭിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം കുളിപ്പിക്കുമ്പോൾ പപ്പ ഒരു എക്സ്ട്രാ കെയർ എടുത്തു എന്ന് തന്നെ പറയാം. അവളുടെ സെൻസിറ്റീവായ ഇതൊന്നും സ്പർശിക്കാതെ തന്നെ ആൾ കുളിപ്പിച്ചു. അവൾക്കത് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, ഒരു കണക്കിനത് അവൾക്കും സമാധാനം തന്നെയായി. അതുകൊണ്ട് വീണ്ടും നാണക്കേടായില്ലല്ലോ. അങ്ങനെ 2 തവണ കൂടി പപ്പ അവളെ കുളിപ്പിച്ചു. സെയിം, എല്ലാം പഴയ പോലെ തന്നെ. പിന്നെ അവളുടെ കൈ ഇപ്പോൾ ഏറെക്കുറെ ഓക്കെ തന്നെയാണ്. കാര്യങ്ങൾ അവൾക്ക് തനിയെ മാനേജ് ചെയ്യാനുമായി. പക്ഷെ അവളത് പപ്പയോട് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പപ്പ പിന്നെ കുളിപ്പിച്ചില്ലെങ്കിലോ. ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ നാട്ടിൽ. അവൾ വിഷമത്തോടെ ഇങ്ങനെ ഓർത്തു. വീട്ടിൽ ചെന്നാൽ പിന്നെ എല്ലാം അമ്മ ഏറ്റെടുക്കും. വൈകുന്നേരം എന്നും അമ്മയോട് സംസാരിക്കാറുണ്ട്. ഓക്കെ ആണെങ്കിൽ കയറി വരാൻ അമ്മ എപ്പോഴും പറയാറുമുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്നതാ നിധിക്കിഷ്ടം, അതായത് എനിക്കിഷ്ടം. അവൾ വിചാരിച്ചതുപോലെ കറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻജോയ്മെൻറ്റിൻ്റെ പുതിയ ലോകം അവൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ. രാത്രി അങ്ങനെ അമ്മയോട് സംസാരിച്ചു, ചിലപ്പോൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് അവൾ ഉറങ്ങുമ്പോൾ തന്നെ മിക്കവാറും 11 മണിയൊക്കെ ആവും. പപ്പ ഉറങ്ങുമ്പോൾ പിന്നെ അതിലും ലേറ്റാവും. ചിലപ്പോഴൊക്കെ പകലത്തെ വർക്കുകൾ മിക്കവാറും പപ്പ രാത്രിയാണ് ചെയ്യാറ്. ഇപ്പോൾ രാവിലെ ബിസിയാണല്ലോ. സാധാരണ ഞാൻ ആഴ്ചയിൽ 1-2 തവണയാണ് അത് ചെയ്യാറുണ്ടായിരുന്നത്, ഒന്ന് റിലാക്സ് ആവാൻ. അത് ശരിക്കും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒറ്റ തവണ ചെയ്തിട്ടുള്ളൂ. അതാണെങ്കിൽ പപ്പയുടെ മുമ്പിലും വെച്ച്. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് നീ പപ്പയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് റൂമിലെത്തി. അമ്മയോട് സംസാരിച്ചു, ഫ്രണ്ട് പൂജയോടും സംസാരിച്ചു. എന്നിട്ട് കിടന്നിട്ടാണെങ്കിൽ അവൾക്ക് ഉറക്കം വരുന്നില്ല താനും. സാധാരണ അതൊക്കെ ചെയ്യുന്ന സമയമാണ്
ചെയ്യാനുള്ളൊരു നല്ല ഇത് ഉണ്ട്. ഡോറ് ലോക്ക് ചെയ്താലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. വേണ്ട, പപ്പ വന്ന് നോക്കിയാലോ. ഇവിടെ വന്നിട്ട് ഇതുവരെ ഡോറ് ലോക്ക് ചെയ്ത് കിടന്നിട്ടില്ലല്ലോ. പപ്പ കിടക്കുന്നതിന് മുമ്പേ സാധാരണ ഒന്ന് നോക്കാറൊക്കെയുണ്ട്. ഞാൻ ഉറങ്ങി വന്നാട്ടോ. അപ്പോൾ കഥക് തുറന്നിട്ട് വീഡിയോ കണ്ടാൽ സീനുമാണ്. പിന്നെ ഇപ്പം ആലോചിച്ചാൽ അതാവുന്നത് ഒറ്റ കാര്യമുള്ളൂ, അത് പപ്പയുടെ കുളിപ്പിക്കല. പക്ഷേ അവൾ കണ്ടൊരു കുറ്റബോധം തോന്നി. ഷോ, ഞാൻ എന്താ ഇങ്ങനെ പപ്പയെ ആലോചിച്ചിട്ട്. തെറ്റാ ആലോചിക്കാനേ പാടില്ല. നിധി അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഉറക്കം വന്നില്ല. അവളുടെ കൈകൾ അറിയാതെ അവിടെ തേടിച്ചു. അവൾ അവിടെ അതാക്കാൻ തുടങ്ങി. അവസാനം കുറ്റബോധവും ഒന്നുമല്ല, വികാരം തന്നെ വിജയിച്ചു എന്ന് പറയാം. വേണ്ടാന്ന് എത്ര വിചാരിച്ചിട്ടും പപ്പയുടെ മുഖം തന്നെയാണ് മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നത്. പപ്പ അവളെ കുളിപ്പിച്ചതും അതും ഇതും, കൈവിരലുകളും ഇറങ്ങിയതും ആഴ്ന്നതും പിന്നെ വിടർത്തിയതും, അങ്ങനെ പിടിച്ചതും മാന്തിയതും, ഇങ്ങനെ അതൊക്കെ ആലോചിച്ച് ആളതങ്ങ് പോയി. ഒരു നാണവും ഇല്ലാതെ അവരുടെ മുന്നിൽ തന്നെ കിടന്ന് അതൊക്കെ ആക്കിയപ്പോൾ അമ്മ പോയി മോനെ. അവൾ ആ ചിന്തയിൽ തന്നെ വെട്ടി വിറച്ചു. അരക്കെട്ടിലക്കി അവൾ ഭ്രാന്തമായിട്ട് തന്നെ തലോടാൻ തുടങ്ങി. പപ്പ എന്നൊക്കെ തന്നെ ഞരങ്ങളുടെ ശബ്ദം അധികം വൈകാതെ തന്നെ തീവ്രമായി. അതങ്ങിട്ട് സംഭവിച്ചു ഗൈസ്. അവൾക്ക് അവളുടെ ശരീരത്തിൻ്റെ ഇത് അടക്കരയായില്ല. എങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം, അതുമാത്രമേ അവളുടെ ചിന്ത. പപ്പ എങ്ങനെ വളയ്ക്കാം എന്നതായി അവളുടെ ചിന്തകൾ മുഴുവനും. ഇത്രയും സുന്ദരിപ്പെണ്ണ് തുണിയൊന്നുമില്ലാതെ മുമ്പിൽ നിന്നിട്ടും ഇങ്ങനൊരു മാതിരി മുനിമാരെ പോലെ. അവൾക്ക് ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ആ മുനിയെ വീഴ്ത്തിയിട്ട് തന്നെ കാര്യം എന്നവൾ ഉറപ്പിച്ചു. അവൾ നോക്കിയപ്പോൾ ആടയിടയ്ക്കൊക്കെ നല്ലപോലെ രോമതാക്കിയിട്ടുണ്ട്. വീണ്ടും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നാലോ, തരാൻ പറഞ്ഞാലോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചു. അന്ന് കുളിപ്പിക്കാൻ വിളിച്ചപ്പോൾ അവൾ കൂളായിട്ട് ഗൗണൊക്കെ ഊരിയിട്ട് പൂർണ്ണ ഇതാക്കാണ്ട് ബാത്റൂമിലേക്ക് നടന്നു. സാധാരണ പപ്പ അതൊക്കെ ഊരുന്നത്. മോളു ഡ്രസ്സൊക്കെ ഇവിടെ. അത് ശരി, ഇപ്പോൾ നിന്റെ നാണൊക്കെ പോയോ? ഞാൻ ഇനി എന്തിനാ നാണിക്കുന്നേ? പപ്പ കാണാത്ത എന്തെങ്കിലും ഇല്ലേ? എൻ്റെ നാണവും മാനവും ഒക്കെ പോയില്ലേ? അവൾ കള്ള ചിരിയോടെ ഇങ്ങനെ പറഞ്ഞു. പപ്പ എന്നെ കുളിപ്പിച്ചത് വീട്ടിലെത്തിയാലും ഞാനിങ്ങനെ കുസൃതിയോടെ ചോദിച്ചു. നടന്നത് തന്നെ. അവിടെ ചെന്നാലല്ലേ നിന്റെ അമ്മ ഏറ്റെടുക്കും എല്ലാ കാര്യങ്ങളും. പിന്നെ എന്ത് കുളിപ്പിക്കൽ? ഷോ, വേണ്ട പപ്പ, എനിക്ക് പപ്പ കുളിപ്പിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ അടുത്തല്ലേ നിന്റെ കളികൾ ഒക്കെ നടക്കുള്ളൂ. പിന്നെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാപ്പാ. വല്ലപ്പോഴും ഒന്ന് ഉപദേശിക്കണം കേട്ടോ അമ്മേനെ, കുറച്ചൊക്കെ ഒന്ന് കൂളാവാനായിട്ട്. പപ്പ, അവൾ വിളിച്ചു. എന്താ മോളു? ഇത് വീണ്ടും വളർന്നു. അവൾ അടുത്തതൊക്കെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ട്രിം ചെയ്യണോ? പക്ഷേ ഷേവാക്കുന്നതാ കുറച്ചും കൂടി കംഫർട്ടബിൾ. അവളൊരു നീട്ടത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു. ഹെൽപ്പ് ചെയ്യുമോ? അവളൊരു നാണില്ലാതെ ചോദിച്ചു. ഓഫ് കോഴ്സ് മോളു, എന്നാ കുളിക്കുന്നതിന് മുമ്പ് ചെയ്താലോ? മോളു ബാ. പപ്പ എന്നെയും കൂടി പുറത്തേക്ക് നടന്നു. എന്നിട്ട് ബെഡിൽ ഷീറ്റ് വിരിച്ചു. ഞാനിങ്ങനെ കയറി കിടന്നു. ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ മോളു. വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇങ്ങനെ നടക്കാൻ പറ്റില്ല കേട്ടോ, ഡ്രസ്സൊക്കെ ഇടണം കേട്ടല്ലോ. പപ്പ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു. പിന്നെ വീട്ടിൽ മമ്മി സമ്മതിച്ചു തന്നെ. കോളേജിൽ ക്രോപ്പ് ടോപ്പ് പോലെ ഇടാൻ സമ്മതിക്കാത്ത ആളാ. എന്നാലും
ഞാൻ ഇങ്ങനെ നടക്കും. ഹിഹി, ഞാനിവിടെ ഇങ്ങനെ ആയിരുന്നു എന്ന് അമ്മയോട് പറഞ്ഞോളാം. ഞാൻ പപ്പയുടെ മുഖഭാവം അതൊന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു. പപ്പയുടെ മുഖത്തൊരു ടെൻഷൻ. ഓഫ് കോഴ്സ് അമ്മയോട് പറയാൻ പറ്റില്ല. അമ്മ അതെങ്ങനെ എടുക്കുമെന്ന് പറയാനും പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് മമ്മിയല്ലേ. ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല, ചുമ്മാ പപ്പ ടെൻഷനാക്കാൻ. ചുമ്മാ അറിഞ്ഞതപ്പ, ഒന്നും പറയില്ല. പറയാൻ പറ്റിയ ആള് തന്നെ. പിന്നെ ഇവിടെ നടന്നതൊക്കെ പപ്പ അവിടെ ചെന്ന് പറഞ്ഞ് കൊടുക്കുമോ? പ്ലീസ് അപ്പ പറയല്ലേ, ഇത് നമ്മുടെ സ്വീറ്റ് സീക്രട്ടായിട്ടിരിക്കട്ടെ. അവളോട് പറയാൻ പറ്റിയ കാര്യം തന്നെ. നമ്മളെ രണ്ടിനെയും ഒന്നിച്ച് അവൾ ഡിവോഴ്സ് ചെയ്ത് കളയും. പപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കള്ളൻ. പപ്പയ്ക്കും ഇത് അമ്മ അറിയുന്നത് താല്പര്യം ഇല്ലല്ലേ? എനിക്ക് മനസ്സിലായി. ഇവിടെ എൻ്റെ സ്വീറ്റ് പപ്പ അല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ ഞാൻ കൂളായിട്ട് നടക്കുന്നേ. ഞാൻ പപ്പ ഒന്ന് പുകഴ്ത്തി. ഷേവ് ചെയ്യുമ്പോൾ അന്നത്തെ പോലെ വികൃതി കാട്ടുമോ? പറയാതെ ചോദിച്ചു പോയി. എൻ്റെ മുഖം വാടി. എൻ്റെ മുഖത്ത് ബൾബ് കെട്ടത് പപ്പയ്ക്കും മനസ്സിലായി. മോളു, ഞാൻ പറഞ്ഞത് ചുമ്മാതല്ല. ടേക്ക് ഇറ്റ് ഈസി മാൻ. എനിക്കറിയില്ലപ്പാ. ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ മനസ്സില്ല. എനിക്കറിയില്ല ഇതങ്ങനെയെന്ന്. എൻ്റെ ശരീരം റിയാക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണോ? എൻ്റെ വിഷമം കണ്ട് പപ്പയ്ക്കും വിഷമമായി. സോറി മോളു, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ് കേട്ടോ. അതിൽ കയറി പിടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പപ്പ, എനിക്കറിയില്ല എങ്ങനെ എൻ്റെ ബോഡി റിയാക്ട് ചെയ്യുമെന്ന്. എന്നാ വേണ്ട പപ്പ, ഞാൻ നെക്സ്റ്റ് വീക്ക് ചെയ്തോളാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അഭിനയിച്ച് തള്ളി. എൻ്റെ തൊണ്ടയിടറി. പാവം പപ്പ അതിലങ്ങിട്ട് വീണു. എന്താ മോളു, നീ എന്നെ വിഷമിപ്പിക്കല്ലേ. നിൻ്റെ പപ്പയല്ലേ. എനിക്കറിയില്ല നിന്നെ. പപ്പ എൻ്റെ കവലി പിടിച്ച് മനസ്സിൽ ഇനി എങ്ങനെ റിയാക്ട് ചെയ്താലും പപ്പയ്ക്ക് കുഴപ്പമില്ല. എൻ്റെ മോളല്ലേ. പപ്പയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പപ്പ വീണു. ഓക്കെ പപ്പ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എൻ്റെ കള്ള പപ്പ. എൻ്റെ പപ്പായല്ലേ, എനിക്ക് കുഴപ്പമില്ല. എനിക്കിന്നും പപ്പയുടെ അടുത്ത് ഒന്നും മറക്കാനില്ല. അതല്ലേ, ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇത്രയും കംഫർട്ടബിളായിട്ട് പപ്പയുടെ മുമ്പിൽ നിൽക്കുന്നേ. അമ്മയാണെങ്കിൽ പോലും ഞാൻ ഇത്രയും കംഫർട്ടബിൾ ആവില്ല. ലവ് യു പാ. പപ്പയുടെ കണ്ണ് നിറഞ്ഞു. കളിയാക്കി. അതിൽ പപ്പയ്ക്ക് വളരെയധികം സന്തോഷമായി. ഇനി എൻ്റെ ബോഡി ഇങ്ങനെ റിയാക്ട് ചെയ്താലും എൻ്റെ പപ്പ അല്ല, എനിക്ക് കുഴപ്പമില്ല. ഒരു പടി കൂടി കിടക്കാൻ ഞാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ താങ്ക്സ് അപ്പ. അന്നത്തേത് ദാറ്റ് വാസ് മൈ ലൈഫ് ടൈം ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നാണത്തോടെ ചിരിച്ചു. പപ്പയ്ക്ക് ആദ്യം മനസ്സിലായില്ല. എൻ്റെ മോളും പോപ്പാ. ഞാൻ നാണത്തോടെ ചിരിച്ച് തല ചിരിച്ചു. പപ്പയ്ക്ക് മനസ്സിലായി. അതോ. പപ്പയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ നിന്ന്. കള്ളിപ്പെണ്ണ്, ഇത്രയും വികൃതിയായെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെല്ലാം നാച്ചുറലാണ് മോളെ. സെൽഫ് പ്ലഷറിന് വേണ്ടി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ അഡിക്റ്റ് ആവരുത്, അത്രേ ഉള്ളൂ. ഒരു റിലാക്സേഷന് വേണ്ടി വല്ലപ്പോഴും ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. സോ അനാവശ്യമായ റിലാക്സേഷനിൽ ചെന്ന് പെടുന്നതിലും നല്ലതാ. അഡിക്റ്റൊന്നുമില്ലപ്പാ, വല്ലപ്പോഴേ ഉള്ളൂ. അമ്മയുടെ കണ്ണ് വെട്ടിക്കാനാ പാട്. വല്ലപ്പോഴോ? പപ്പ എന്നെ നോക്കി. വീക്കിലി ഒരു 2-3 ടൈംസ്. കണ്ണിറുക്കി നാണത്തോണ്ട് ചിരിച്ചു. അമ്പടി കള്ളി, അത് കൂടുതലാണ് കേട്ടോ. അമ്മയോട് പറഞ്ഞു കൊടുത്തോളാം നിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ. അയ്യടാ, എങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമല്ലോ. പപ്പ എനിക്ക് ചെയ്തു തന്ന കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു. പപ്പ വീണ്ടും ടെൻഷനായി. അച്ചടാ, ഞാൻ പറയില്ലടാ കള്ളപ്പപ്പ. അയാൾ വീട്ടിൽ കുസൃതിയോടെ എന്നെ ചിരിച്ചു. നിന്നെ ലാളിച്ച് വഷളാക്കിയത് എൻ്റെ തെറ്റ്. പപ്പ ഇങ്ങനെ ആശ്വാസത്തോടെ ചിരിച്ചു. ഇത്തവണ പപ്പ ഡ്രിം ചെയ്യാതെ ഷേവ് സെറ്റിൻ്റെ അടുത്ത് വന്നു. അതാക്കുമ്പോൾ കുറച്ചുകൂടി ക്ലീൻ ആവുമല്ലോ. പപ്പ ശ്രദ്ധയോടെ സെറ്റ് ചെയ്തു. ഹാർഡായി തുടങ്ങിയിട്ടോ. ഞാൻ ഈ 2 കൈ ശ്രദ്ധയോടെ ചെയ്തിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി.
ഞാനാണേ താഴേക്ക് ഇങ്ങനെ കണ്ണു കാണിച്ചു. പ്ലീസ് പാ, സ്വീറ്റായിട്ട് കൊഞ്ചി. ഷോ മോളു, പപ്പ താഴേക്ക് ഇറങ്ങിയത്. ഓ മോളു, ഈ പില്ലടി വെക്കാമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. പാ. അവളിങ്ങനെ നടു ഉയർത്തി കൊടുത്തു. പപ്പ പില്ലെടുത്ത് അടിയിലേക്ക് വെച്ചു. ഇപ്പോൾ അവളുടെ അയറക്കിട്ട് ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. പപ്പയ്ക്ക് ഇപ്പോഴും ചെറിയ മടിയൊക്കെ ഉണ്ട്. പപ്പ മടിയോടെ തന്നെ ആ കാലിൻ്റെ സൈഡിലേക്ക് കയറി. എനിക്കും തനിയെ കാലകത്താൻ ഒരു മടിയായിരുന്നു. ഓൾറെഡി തേനായിട്ടുണ്ടാവും. ശവോ. പപ്പ മടിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ കണ്ണടച്ച് പതിയെ തല അങ്ങോട്ട് തിരിച്ചു. പപ്പയ്ക്ക് മനസ്സിലായി അത് പപ്പയെ കംഫർട്ടബിൾ ആക്കാനാണെന്ന്. പപ്പ പതിയെ അതിങ്ങോട്ട് അകത്തി. പില്ലോ അടി വെച്ചിരിക്കുന്നതിനാൽ എൻ്റെ അരക്കെട്ട് നന്നായിട്ട് ഉയർന്നു തന്നിരുന്നു. പപ്പയ്ക്ക് നല്ലോണം കാണാനും ആവും. ആ ചിന്തയിൽ തന്നെ എൻ്റെ ഉള്ളിൽ സുഖമുള്ളൊരു കുളിര് വീണു. ഞാൻ കാല് നന്നായിട്ട് തന്നെ അങ്ങ് ആക്കി കൊടുത്തു. പപ്പ ആണെങ്കിൽ പതിയെ ശ്രദ്ധയോടെ തന്നെ അത് ചെയ്തു തുടങ്ങി. ഞാൻ നൈസായിട്ടൊന്ന് കണ്ണു തുറത്ത് പപ്പയെ നോക്കി. പപ്പ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ചെയ്യുന്നത്. മോളെ അനങ്ങനത്തിട്ടോ, മുറിയും, ബ്ലേഡാണേ. എൻ്റെ പപ്പ അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. എന്നോട് പറയാതെ ഇപ്പം ഇളക്കരുത് കേട്ടോ. പാ അവിടെ അതാക്കുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. എവിടാ മോളു? അങ്ങനെ എവിടാ എന്താ എന്നതിലോടുകൂടി നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി വേഗം തന്നെ അറിയാവേ. അറിയണ്ടേ നിങ്ങൾക്ക്? വേഗം തന്നെ കാണാം. ബൈ.